നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 298 ക്യാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുന്ന സമയത്ത് ശ്രീരാമൻ ആകെ തളർന്ന് അവശനായി ദുഃഖിതനായി നിൽക്കുകയാണ്. സ്വന്തം സഹോദരനായ ലക്ഷ്മണൻ്റെ ആരോഗ്യസ്ഥിതിയിലാണ് അദ്ദേഹത്തിന് ആശങ്ക. ആ ആശങ്ക മൂലം അദ്ദേഹത്തിന് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അതിനുള്ള ഒരു മനസ്സുറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ഈ സമയത്ത് സുഷേണൻ ശ്രീരാമനോട് പറയുകയാണ്, അങ്ങ് വിചാരിക്കുന്ന പോലെ അത്ര ഗുരുതരമൊന്നുമല്ല അനുജൻ്റെ ആരോഗ്യനില. അദ്ദേഹം മരിക്കാൻ പോവുകയോ അങ്ങനെയൊന്നും അല്ല. അത്ര വലിയ ഒരു അത്യാസന്ന നിലയൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. അതിന് പറയുന്നതിന് കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം ലക്ഷണം നോക്കിയിട്ടാണ് പറയുന്നത്. ദേഹത്തിനേതും നിറം പകർന്നീല, ഒരു മോഹമത്രേ കുമാരൻ എന്ന നിർണയം എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ നിറമൊന്നും മാറിയിട്ടില്ല. അങ്ങനെ മരിക്കാനാണ് ശരീരത്തിൻ്റെ നിറമൊക്കെ മാറും. മാത്രമല്ല ഒരു മോഹമത്രേ എന്ന് പറഞ്ഞാൽ ഒരു മോഹാലസ്യം വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. അദ്ദേഹത്തിന് ബോധമില്ല, അത്ര തന്നെ. അതൊരു മോഹാലസ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ അദ്ദേഹം ഒരു അത്യാസന്ന നിലയിലൊന്നുമല്ല. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ല, അത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ. മാത്രമല്ല കണ്ണുകൾ നോക്കൂ, കണ്ണുകൾക്കും ഒരു കുഴപ്പമില്ല, മുഖത്തിനും ഒരു കുഴപ്പമില്ല. അപ്പോൾ ലക്ഷണശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ മുഖം കണ്ണൊക്കെ നോക്കിയിട്ട് പഴയ ആൾക്കാർ അതിൻ്റെ ലക്ഷണം പറയും. അതൊന്നും ഒരു മരണത്തിന് കാരണമായ കാര്യങ്ങളൊന്നുമല്ല എന്ന് മുഖം കണ്ടാൽ അറിയാം, കണ്ണ് കണ്ടാൽ അറിയാം. ഒരു കുഴപ്പമില്ല. എല്ലാ വിഷമങ്ങളും ഉടൻ തന്നെ മാറും. അനുജൻ കണ്ണ് തുറക്കും, നിർണയം, ഉണരും, എഴുന്നേൽക്കും, നിർണയം, തീർച്ച എന്ന് പറഞ്ഞ് സുഷേണൻ ശ്രീരാമന് ധൈര്യം പകർന്നു കൊടുക്കും. എന്നിട്ട് ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ ഹനുമാനോട് സുഷേണൻ പറയും, മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്ന് ഇന്ന് തന്നെ കൊണ്ടുവന്നിടുക. ഇന്ന് തന്നെ ആ മരുന്ന് കൊണ്ടുവരണം. നേരത്തെ ഒരു പ്രാവശ്യം പോയി കൊണ്ടുവന്ന മരുന്നുണ്ടല്ലോ, വിശല്യകരണി എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ ഹനുമാൻ അറിയാം ആ പർവ്വതം തന്നെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയാം. അദ്ദേഹം ഒരു പ്രാവശ്യം പോയി മരുന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. മൃതസഞ്ജീവനിയും വിശല്യകരണിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ വിശല്യകരണി എന്നുള്ള മരുന്ന് കൊണ്ടുവന്നിട്ട് അത് ലക്ഷ്മണൻ്റെ മൂക്കിലൊഴിച്ചു കൊടുത്താൽ മതി എന്നാണ് സുഷേണൻ്റെ അഭിപ്രായം. ഹനുമാൻ പിന്നെ നമുക്കറിയാമല്ലോ, ഒരു താമസവും അക്കാര്യത്തിൽ വരുത്തത്തില്ലല്ലോ. ഉടൻ തന്നെ ഹനുമാൻ പോയി ആ മരുന്ന് കൊണ്ടുവന്ന് ആ പർവ്വതം തന്നെയും കൊണ്ടുവരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ സുഷേണൻ വിശല്യകരണി എന്നുള്ള മരുന്ന് ലക്ഷ്മണൻ്റെ മൂക്കിലൊഴിച്ചു കൊടുക്കും. ആ മൂക്കിലൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലക്ഷ്മണൻ കണ്ണ് തുറക്കും. അദ്ദേഹത്തിൻ്റെ ആലസ്യം, ക്ഷീണം എല്ലാം വിട്ടകന്നതുപോലെ. എന്നിട്ട് ഹനുമാൻ ഈ ഔഷധ പർവ്വതത്തെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ണ് തുറന്ന് ആലസ്യമെല്ലാം അകന്ന, ക്ഷീണമെല്ലാം മാറിയിട്ടുള്ള ലക്ഷ്മണൻ ശ്രീരാമനെ വണങ്ങി തൊഴുതു നിന്നു. ജ്യേഷ്ഠൻ അനുജനെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയാണ്, ആലിംഗനം ചെയ്തു. എന്നിട്ട് പറയുന്നു, എന്നിട്ട് നടന്ന കാര്യം പറയും, നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ. നീ ഇത്രമാത്രം പരവശനായിട്ട് കിടക്കുന്ന കണ്ടിട്ട് എൻ്റെ ധൈര്യം കൂടി ചോർന്നു പോയി. യുദ്ധക്കളത്തിൽ എനിക്ക് യുദ്ധം ചെയ്യാനായില്ല, എൻ്റെ ധൈര്യം ചോർന്നു പോയി, എൻ്റെ മനസ്സിന് യാതൊരു ധൈര്യവും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ലക്ഷ്മണൻ തിരിച്ച് ജ്യേഷ്ഠനായ ശ്രീരാമന് പ്രചോദനം പകർന്നു നൽകും, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യും. എന്താ പറയുന്നത്, ഒരു കാര്യം അങ്ങ് ഒരിക്കലും ഒരു സാഹചര്യത്തിലും മറന്നു പോകരുത്. അദ്ദേഹം ലക്ഷ്മണൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമനെ. ഒരു കാര്യം, എന്ത് പ്രതികൂല പരിസ്ഥിതി വന്നാലും അങ്ങ് ആ കാര്യം മാത്രം മറക്കരുത്. എന്താണ് ആ കാര്യം? സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. അങ്ങൊരു സത്യം ചെയ്തിട്ടുണ്ട്. ആരോട്? തപോധനന്മാരോട്, താപസന്മാരോട്, മഹർഷി വര്യന്മാരോട്, മുനിശ്രേഷ്ഠന്മാരോട് അങ്ങൊരു സത്യം ചെയ്തിട്ടുണ്ട്, അങ്ങൊരു ശപഥം ചെയ്തിട്ടുണ്ട്, അങ്ങൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് മിഥ്യയാകരുത്, അതൊരു പാഴ്വാക്കാകരുത്, അത് പാഴായി പോകരുത്, ഇനി ഒട്ടും തന്നെ ആലോചിക്കാനില്ല. അങ്ങ് ചെയ്ത സത്യം എന്തായിരുന്നു? അങ്ങ് ചെയ്ത ശപഥം എന്തായിരുന്നു? രാവണനെ വധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് ഒട്ടും തന്നെ എത്ര വലിയ എനിക്ക് അസുഖം വന്നാലും ശരി, എനിക്ക് മോഹാലസ്യം വന്നാലും ശരി, അതല്ല ഞാൻ ഒരു ആസന്ന മരണനായി തന്നെ തീർന്നു, മരണത്തിലേക്ക് അടുക്കുകയാണെന്നിരിക്കട്ടെ, അത്രമാത്രം ഒരു സാഹചര്യം വന്നാൽ പോലും അങ്ങയുടെ സത്യം പാലിക്കേണ്ടതുണ്ട്. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്ന്
പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ഇവനെ കൊല്ലണം, ഈ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനെ കൊല്ലണം. അതാണ് അങ്ങ് എടുത്തിട്ടുള്ള സത്യം, ശപഥം, പ്രതിജ്ഞ. പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകി, 3 ലോകങ്ങളെയും അങ്ങ് രക്ഷിക്കണം. ആ രാവണനെ കൊന്നാൽ മാത്രമേ ഈ 3 ലോകങ്ങളെയും തിന്മയുടെ ആ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇത് കേട്ട് ശ്രീരാമൻ വീണ്ടും വർദ്ധിത വീര്യത്തോടെ യുദ്ധം പുനരാരംഭിച്ചു. അപ്പം രാവണൻ തേരിൽ കയറി നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. ശ്രീരാമന് തേരില്ല, അദ്ദേഹം ഭൂമിയിൽ നിന്നാണ്, താഴെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഘോരമായ യുദ്ധമാണ്. ലെവൽ ഡിഫറൻസ് ഉണ്ടല്ലേ. രാവണൻ തേരിൻ്റെ മുകളിൽ കയറി, അശ്വാരൂഢമായിട്ടുള്ള ആ തേരിൻ്റെ മുകളിൽ കയറുന്ന തേരാളിയൊക്കെ ഉണ്ട്. ആ തേരിൽ നിന്നുകൊണ്ടാണ് ശരങ്ങൾ വർഷിക്കുന്നത്. ശ്രീരാമൻ ഭൂമിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു നിന്ന നാരദനൊക്കെ ഒരു സംശയം, ഇത്രയും എളിമ വേണമോ, ഇത്രയും ഒരു ലാഘവത്തോടു കൂടി ചെയ്താൽ മതിയോ യുദ്ധം ശ്രീരാമൻ എന്ന് നാരദനൊരു സംശയം. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട്, നാരദൻ്റെയും മറ്റും സംശയം കേട്ടിട്ട് ദേവേന്ദ്രൻ ആകെ പരിഭ്രമിച്ചു. ഇനി അതുകൊണ്ട് വല്ല കുഴപ്പവും സംഭവിക്കും, ഇദ്ദേഹത്തിന് തേരില്ല, രാവണൻ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു, രാവണൻ്റെ ശക്തി ഒട്ടും തന്നെ നമ്മൾ കുറച്ച് കണ്ടുകൂടാ. അങ്ങനെ ദേവേന്ദ്രൻ ആകെ പരിഭ്രമിച്ചു. അദ്ദേഹം മാതലി എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ സഹായിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മമ സ്യന്തനം കൊണ്ടേ കൊടുക്ക നീ വൈകാതെ. സ്യന്തനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തേര്, എൻ്റെ തേര്, ദേവേന്ദ്രൻ്റെ തേര് ശ്രീരാമചന്ദ്രന് നീ കൊണ്ട് കൊടുക്കണം. ശ്രീരാഘവന് ഹിതം വരുമാറ്, ശ്രീരാമചന്ദ്രന് അദ്ദേഹം ഇഷ്ടം എന്താണോ, അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് പറയും, നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. നീ ശ്രീരാമചന്ദ്രന് തേരാളിയില്ല, നീ ആയിരിക്കണം മാതലി, നീ ആയിരിക്കണം എൻ്റെ തേര് കൊണ്ടുപോയിട്ട് യുദ്ധക്കളത്തിൽ ശ്രീരാമൻ്റെ തേരാളിയായി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ട് യാതൊരു വിട്ടുവീഴ്ച ഈ ജോലിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശത്തോടുകൂടി മാതലിയെ തേരും കൊടുത്ത് ദേവേന്ദ്രൻ യുദ്ധക്കളത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ മാതലി ആജ്ഞശിരസ വഹിച്ചു. ഉടൻ തന്നെ തേരുമായിട്ട് യുദ്ധക്കളത്തിൽ ശ്രീരാമൻ്റെ അടുത്ത് എന്ന് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ദേവേന്ദ്രൻ എന്നെ അയച്ചതാണ്, ഞാൻ മാതലി, ദേവേന്ദ്രനാണ് എന്നെ അയച്ചത്, തേരും കൊണ്ട് എന്നെ അയച്ചിരിക്കുകയാണ്. തേരതിൽ ആശ് കരയേറുക പോരിനായി, യുദ്ധത്തിനായിട്ട് അങ്ങ് ദയവായി ഈ തേരിൽ കയറണം. മാരുത തുല്യവേഗേന നടത്തുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ വായുവേഗത്തിൽ ഞാൻ ഈ തേരോടിക്കാം, വായുവേഗത്തിൽ ഞാൻ ഈ തേരോടിക്കാം. അങ്ങ് ദയവ് ചെയ്ത് ദേവേന്ദ്രൻ തന്നയച്ചിരിക്കുന്ന ഈ തേരിൽ കയറണം. അങ്ങനെ തേരിനെ തൊട്ട് വന്ദിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ആ തേരിൽ രഥത്തിൽ കയറി. ഇപ്പോൾ 2 പേരും തുല്യ ഉയരത്തിലാണ്, രാവണനും രാഘവനും. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ പെയ്ത് വീഴുന്ന പോലെയാണ് രാവണൻ ശരവർഷം നടത്തുന്നതെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഒരു മഴ പെയ്യുന്ന പോലെ ശരവർഷമാണ്, 100 കണക്കിന് 1000 കണക്കിന് ശരങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് രാവണൻ്റെ വില്ലിൽ നിന്നും. അത് തടുക്കാനായിട്ട് ശ്രീരാമൻ ഗന്ധർവാസ്ത്രം തൊടുക്കും. അപ്പോൾ ആ ഗന്ധർവാസ്ത്രത്തെ രാവണൻ രാക്ഷസാസ്ത്രം ഉപയോഗിച്ച് നേരിടും. അപ്പോൾ അങ്ങനെ നേരിട്ട് അതിനെ തടയുമല്ലോ, തടഞ്ഞിട്ട് അതിനെ അടുത്ത അസ്ത്രം തൊടുത്തുകൂടിയാണ് ശ്രീരാമന് നേരെ. ആ അസ്ത്രത്തിൻ്റെ പേരാണ് നാഗാസ്ത്രം. ആ നാഗാസ്ത്രത്തെ ശ്രീരാമൻ ഗരുഡാസ്ത്രം കൊണ്ട് തടഞ്ഞു. ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ രാവണൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഈ പുതിയ കഥാപാത്രത്തെ മാതലി, ഇവൻ കൊള്ളാമല്ലോ, ശ്രീരാമൻ ഇപ്പോൾ ഒരു തേരുണ്ട്, ആ തേരിനൊരു തേരാളിയുണ്ട്, അതിസമർത്ഥനാണെന്ന് തോന്നുന്നു, യുദ്ധതന്ത്രങ്ങളിൽ അതിനിപുണനാണെന്ന് തോന്നുന്നു. അപ്പോൾ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ് ആ തേരാളിയെ കൂടി ഉന്നം വെക്കുക എന്നുള്ളത്. തേരാളിയെ നിരായുധനാക്കി നിർവീര്യനാക്കിയാൽ അത് ആ എതിരാളിയെ ദുർബലനാക്കുമല്ലോ. അങ്ങനെ മാതലിയെ ലക്ഷ്യമാക്കി രാവണൻ ശരങ്ങളെയ്യുകയാണ്. തേരാളിയെ മുറിവേൽപ്പിക്കുന്ന ആ യുദ്ധതന്ത്രം പരീക്ഷിക്കുകയാണ്. അങ്ങനെ രാവണൻ്റെ ബാണങ്ങൾ കൊണ്ടിട്ട് രാമൻ്റെ തേരിൻ്റെ കൊടിമരം ഒടിഞ്ഞ് താഴെ വീണ കൊടിമരം. മാത്രമല്ല ആ കുതിരകളുണ്ടല്ലോ, രഥം വലിക്കുന്ന കുതിരകൾ, ആ കുതിരകൾക്കും വളരെ സാരമായിട്ടുള്ള പരിക്കേറ്റു. ശ്രീരാമൻ പിന്നെയും ക്ഷീണം വരികയാണ്. ശ്രീരാമൻ കൂടുതൽ ക്ഷീണിതനായി അവശനായി കാണപ്പെടുകയാണ്. യുദ്ധം ചെയ്യുന്നുണ്ട്, ഘോരമായ യുദ്ധമാണ്, എങ്ങും എത്തുന്നില്ല. രാവണൻ ശക്തമായിട്ട് ചെറുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ശ്രീരാമചന്ദ്രന് ആ യുദ്ധത്തിൻ്റെ ആവേശം തുടക്കം മുതൽ ഒടുക്കം വരെ അവസാനം വരെ കൺസിസ്റ്റൻ്റായിട്ട് ആ ആവേശം നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രീരാമന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക്
ക്ഷീണം വരുന്നു, അദ്ദേഹം പരവശനാകുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വിഭീഷണനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അവിടെ കൂടുതലുള്ളവരൊക്കെ അവരെല്ലാം ദുഃഖാർത്തരായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് രാമൻ്റെ ക്യാമ്പിൽ വിഷാദം തളം കെട്ടി നിന്നു. നമ്മൾ ചില ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഗാലറിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ടീം വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രകടനം നടത്താതിരിക്കുമ്പോൾ ഗാലറികളൊക്കെ ശോകമൂകമാവും ഇല്ലേ. അവർ ഇതാണ് ബൗണ്ടറിയും സിക്സറൊക്കെ അടിക്കുന്ന സമയത്ത് ആവേശം കൊണ്ട് എല്ലാവരും ചാടി എഴുന്നേറ്റ് കൈയടിക്കുകയൊക്കെ ചെയ്യും. അതേസമയം തുടർച്ചയായിട്ട് ആ കളി മോശമാവുകയാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ കളി മോശമാവണമെങ്കിൽ എന്ത് ചെയ്യും, ഗാലറിയൊക്കെ വളരെ ശോകമൂകമാകും. ആ അവസ്ഥയാണ് രാമൻ്റെ കൂടെ ഉള്ളവർക്ക്. എല്ലാവരും വളരെ വിഷമിച്ചിരിക്കണം. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം. അവരെല്ലാം ഇന്ന് യുദ്ധം തീരും, ഇന്ന് രാവണനെ വധിക്കും. ഇനി എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ തേരിൻ്റെ കുറവായിരുന്നു, അതും പരിഹരിച്ചു. മാതലിയെപ്പോലെ ഏറ്റവും യുദ്ധതന്ത്രങ്ങൾ അതിനിപുണനായിട്ടുള്ള സാമർഥ്യമുള്ള ഒരു തേരാളിയെയും കിട്ടി. ഇനിയിപ്പോൾ ഒന്നും ഒരു കുറവുമില്ലല്ലോ, ഇന്ന് തന്നെ രാവണനെ വധിക്കും, ഇങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ എതിരാളിക്ക് അല്പം ക്ഷീണം വരുന്ന സമയത്ത് ശത്രുവിനത് മനസ്സിലാവുമല്ലോ. രാവണന് മനസ്സിലായി എന്തോ ഒരു ചെറിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നുവെന്ന്. രാവണന് മണത്തറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അലറി വിളിക്കുകയാണ്, നിന്നെ ഞാൻ ഇന്ന് കാലപുരിക്കയക്കും എന്ന് അലറി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ശൂലമെടുത്ത് ശ്രീരാമന് നേരെ എറിയും. ആ ശൂലത്തെ തടുക്കാനായിട്ട് ശ്രീരാമൻ നോക്കിയിട്ട് ശ്രീരാമൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ പോലുമില്ല, അതിന് പര്യാപ്തമായ അസ്ത്രങ്ങൾ പോലുമില്ല. അപ്പോഴാണ് കണ്ടത് ദേവേന്ദ്രൻ കൊടുത്തയച്ച തേരിലാണല്ലോ, രഥത്തിലാണല്ലോ നിൽക്കുന്നത്. ആ രഥത്തിലൊരു വേൽ കിടക്കുന്നത് ദേവേന്ദ്രൻ ഉപയോഗിച്ചിട്ടുള്ള വേലാണ്. ആ വേലെടുത്ത് ഈ ശൂലത്തിനെതിരെ തിരിച്ചു പ്രയോഗിക്കും ശ്രീരാമൻ. ആ വേല് കൊണ്ടിട്ട് ശൂലം മുറിയും. എങ്ങനെ 10 കഷണങ്ങളായിട്ട് രാവണൻ്റെ ശൂലം മുറിയും. അങ്ങനെ മുറിഞ്ഞതും രാമൻ എഴുതിയിട്ടുള്ള അമ്പുകൾ എയ്യുകയും അത് രാവണൻ്റെ തേരിലെ കുതിരകളെ ലക്ഷ്യമാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ശ്രീരാമൻ്റെ കുതിരകൾ ഇപ്പോൾ തന്നെ അവശ നിലയിലാണ്. ഇപ്പോൾ രാവണൻ്റെ കുതിരകളും മുറിവേറ്റ് നിലം പതിച്ചു. അപ്പോൾ ഇത്രയുമായപ്പോൾ രാവണൻ്റെ ഒരു തേരാളിയുണ്ടല്ലോ, അദ്ദേഹത്തിന് അപകടം മണത്തു. അദ്ദേഹം ആ തേരിനെ യുദ്ധക്കളത്തിൽ നിന്നും പതുക്കെ വല്ല കൗശലത്തോടു കൂടി യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് തോന്നത്തില്ല, എന്നാൽ പിന്മാറി എന്നുള്ള രീതിയിൽ ഒരു വിശ്രമം ആവശ്യമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ പതുക്കെ നമ്മൾ ഇപ്പോൾ എന്താണ് നമ്മുടെ സാധാരണ ഭാഷയിൽ നമ്മൾ സൈഡിലോട്ട് ഒതുക്കി എന്നൊക്കെ പറയും. അങ്ങനെ ആ തേരൊന്ന് ഒതുക്കി നിർത്തി. അത് രാവണൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. രാവണൻ ഞാൻ ഇപ്പം തന്നെ നിന്നെ കാലപുരിക്കാമെന്ന് അലറി വിളിച്ച് യുദ്ധം ചെയ്യുന്ന രാവണൻ നോക്കുമ്പോൾ തൻ്റെ സ്വന്തം തേരാളി ആ തേരിനെ പതുക്കെ പുറകോട്ടെടുത്ത് സൈഡിലോട്ട് മാറ്റി ഒതുക്കി നിർത്തുന്നു. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടും. അദ്ദേഹം ചോദിക്കും, എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധമായി, ഞാനെത്ര ദുർബലനാകയോ. നീ എന്ത് വിചാരിച്ചു, ഞാൻ ദുർബലനായെന്ന് വിചാരിച്ചോ? നീ എന്തിനാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ തേരെന്തിനാണ് നീ പുറകോട്ടെടുത്തത്? ശത്രുക്കളോട് എതിരിടുമ്പോൾ എന്നെങ്കിലും ഞാൻ പിന്തിരിഞ്ഞോടുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് നിന്നെ വേണ്ട, നിന്നിൽ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നീ രാമൻ്റെ ആളാണോ? നീ രാമൻ്റെ ആളാണെന്നാണ് എൻ്റെ സംശയം. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ തന്നെ ആത്മാർത്ഥതയെ തന്നെ സംശയിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ തേരാളി കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല. എനിക്ക് രാമനോട് സ്നേഹവുമില്ല, എൻ്റെ മൽസ്വാമി എൻ്റെ സ്വാമി എൻ്റെ യജമാനായ അങ്ങയോട് എനിക്ക് ദേഷ്യവുമില്ല. മാത്രമല്ല അങ്ങയോട് എനിക്ക് അല്പം സ്നേഹം കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി അങ്ങയ്ക്ക് അല്പം ക്ഷീണമുണ്ട്, അങ്ങ് തളരുന്നതായിട്ട് എനിക്ക് തോന്നി. ആ ക്ഷീണം മാറുന്നത് വരെ അല്പസമയം ഒന്ന് മാറി നിൽക്കണം, യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കണം, അതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് അദ്ദേഹം പറയും, സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ട് അങ്ങനെ തേര് തെളിക്കുന്നവനാണ് യഥാർത്ഥ തേരാളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം രാവണനും ക്ഷീണം ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ടുള്ള യുദ്ധമല്ലേ. അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറില്ലെങ്കിലും പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടുന്ന തേരാളിക്ക് അത് മനസ്സിലായി. അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനാണ്, വിശ്വസ്തയോടുകൂടി രാവണനോട് കൂടെ നിൽക്കുന്നവനാണ്. അദ്ദേഹത്തിന് രാമനോട് ഒട്ടും തന്നെ ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, അല്പം സ്നേഹ കൂടുതൽ അദ്ദേഹത്തിൻ്റെ യജമാനായ രാവണനോടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഒരു വിശ്രമം ആവശ്യമാണെന്ന് കണ്ടിട്ടാണ് ആ തേര് അല്പം പുറകോട്ട് മാറ്റി നിർത്തിയത്. അപ്പോൾ രാവണന് സന്തോഷമായി.
ആ തേരാളിയെ പുണർന്നു, അദ്ദേഹം ആലിംഗനം ചെയ്തു. ഒരു കൈവള അദ്ദേഹത്തിന് സമ്മാനമായിട്ട്, അദ്ദേഹത്തിന് ഉപഹാരമായിട്ട് നൽകി. എന്നിട്ട് ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ സമയത്ത് നമ്മൾ ആ യുദ്ധക്കളത്തിൽ നോക്കിയാൽ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി രാവണനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്ന് തന്നെ അയാൾ അവസാന സമയത്തും ഉറച്ച് വിശ്വസിക്കുകയാണ്. രാവണൻ പറയുന്ന വാക്കുകൾ നമുക്ക് അറിയാം. രാവണൻ പറയുകയാണ്, പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടും, ഇനി എന്ത് വന്നാലും ശരി ഞാൻ ഇനി പുറകോട്ട് മാറുന്ന പ്രശ്നമില്ല. ഇന്നോട് നാളെയോട് ഒന്ന് തിരിഞ്ഞിടും, മന്നവനോടുള്ള പോരെന്നറിയുക നീ. തേരാളിയോട് പറയാണ്, ഒന്നുകിൽ ഇന്ന് തീരും യുദ്ധം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ നാളെ ഈ യുദ്ധം തീരും, ഒരു ദിവസം കൂടി, അത്ര മാത്രമേ ഈ യുദ്ധം നീണ്ടു നിൽക്കൂ. ശ്രീരാമനെ ഞാൻ വധിച്ചിരിക്കും. അതുകൊണ്ട് തേര് നീ അടുപ്പിച്ച് നിർത്തുക. പുറകോട്ട് വലിച്ച് മാറ്റി നിർത്തി ഒതുക്കി നിർത്തിയിരിക്കുന്ന തേര് മുന്നോട്ട് അടുപ്പിച്ച് നിർത്തുക. അവസാന യുദ്ധം തുടങ്ങുകയായി എന്ന് രാവണൻ പറയും. നമ്മൾ ദീർഘദൂര ഓട്ടത്തിനൊക്കെ റിലേക്കൊക്കെ പറയും ലാസ്റ്റ് ലാപ്പ് എന്ന് പറയും. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ, രാമരാവണ യുദ്ധത്തിൻ്റെ ലാസ്റ്റ് ലാപ്പാണ്. രാവണൻ തന്നെ പറഞ്ഞു, ഇത് അവസാന ദിവസമാണ്, ഒന്നുകിൽ ഇന്ന് കൂടിപ്പോയാൽ നാളെ ഈ യുദ്ധം അവസാനിക്കും, ഇത് അവസാനത്തെ യുദ്ധമാണ്, ഞാനിതാ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് രാവണൻ പറയുന്ന സമയത്താണ് 298 ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത 299 ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.